പോലീസിന് പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും മർദ്ദനാരോപണം. 5 വർഷം മുൻപ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ക്രൂരമർദ്ദനമേറ്റു എന്ന് തുറന്നു പറഞ്ഞു പൊതുപ്രവർത്തകനായ മലപ്പുറം നിലമ്പൂർ അകമ്പാടം സ്വദേശി ബൈജു ആൻഡ്രൂസ്. മർദ്ദനത്തെ തുടർന്ന് നിത്യരോഗിയായെന്നും ബൈജു 24നോട് പറഞ്ഞു. 4-5 പേര് കൂടിയിട്ട് എന്നെ ഒരു അവരുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് തള്ളിയിട്ടിട്ട് ഒരു കട്ടിലിനകത്തോട്ട് കൊണ്ട് എന്നെ കട്ടിലേക്ക് മറിച്ചിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, സാറേ നിങ്ങൾ എന്തിനാണ് എന്നെ അടിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പം ഇതൊന്നും ഇവർ പറയാതെ ഇവർ വീണ്ടും എന്നെ തലക്കടിക്കുകയും എന്നെ വളകടിക്കുകയും കുനിച്ചിരുത്തി എന്നെ എൻ്റെ മുതുകത്ത് ഇടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അവിടെ ഒരു കിടന്ന ഒരു തടി കഷ്ണം ഉപയോഗിച്ചിട്ട് ഇവരെൻ്റെ തലയ്ക്ക് ഇടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, ഇത് 5 വർഷം മുൻപ് നടന്നൊരു സംഭവമാണ്. അപ്പോൾ ചില കാര്യങ്ങൾ, അത് കോവിഡ് സമയമായതുകൊണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിലൊക്കെ ചില പരിമിതികൾ അന്ന് ഉണ്ടായിരുന്നു, നേരിട്ടിരുന്നു എന്നതാണ്. പക്ഷേ അദ്ദേഹം ആ സമയത്ത് തന്നെ കൃത്യമായി പരാതിയുമായി പോയതാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് തനിക്കുണ്ടായ അനുഭവം ഒരിക്കൽ കൂടെ തുറന്നു പറയുകയാണല്ലോ ഈ വയോധികൻ. ഇനി എങ്ങനെയാകും തുടർ നടപടികളെന്നാണ് വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകും എന്നാണല്ലോ. അനുജ, ഇങ്ങനെ മർദ്ദനമുണ്ടാകുന്ന സമയത്ത് അത് പറയാനുള്ളൊരു വേദി അത് കോടതിയിലാണ്. പക്ഷേ 2020 കോവിഡ് കാലമായതുകൊണ്ട് തന്നെ അന്ന് ഓൺലൈനായിട്ടായിരുന്നു ഈ കേസ് കോടതിയിൽ എടുത്തത്. അതുകൊണ്ട് തന്നെ ചുറ്റും ഉദ്യോഗസ്ഥർ, ഈ വനംവകുപ്പിൻ്റെ തന്നെ ഉദ്യോഗസ്ഥർ നിന്നുകൊണ്ടാണ് ഈ ഓൺലൈനായിട്ട് ജഡ്ജിയുമായിട്ട് സംസാരിക്കാൻ കഴിയുന്നത്. അപ്പോൾ പേടിച്ച് തനിക്കത് പറയാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ കുന്നംകുളം സംഭവം ഉണ്ടായതിനു ശേഷം അതിലൊരു ഇത്രയും വലിയ ഒരു വിവാദമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് തനിക്ക് ഉണ്ടായിട്ടുള്ള ദുരനുഭവം കൂടി തുറന്നു പറയണമെന്ന് കരുതുന്നത് എന്നുള്ളത് ഈ പൊതുപ്രവർത്തകൻ പറയുകയാണ്. അദ്ദേഹം ഒരു ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ചേർന്ന് പോകുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. പലപ്പോഴായിട്ട് ഈ അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കൊക്കെ പോവുകയും പല കാര്യങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് മാനിനെ വെടിവെച്ച് കൊന്ന കേസിൽ വനംവകുപ്പിൻ്റെ പിടിയിലാകുന്നു. ആ കേസിലാണ് ഈ ബൈജുവിനെയും കസ്റ്റഡിയിലെടുത്ത് വനംവകുപ്പ് അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ പോയ ഉടൻ തന്നെ ഈ ഫോൺ ചോദിക്കുകയും മുഖത്തേക്ക് അടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന 4 വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരനും ഇങ്ങനെ 5 പേർ ചേർന്ന് ഉടൻ തന്നെ മുറിയിലേക്ക് കൊണ്ടുപോവുകയും എന്താണ് തനിക്കെതിരെയുള്ള കുറ്റം എന്നുപോലും പറയാതെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ മരത്തിന്റെ കഷ്ടവും ഒപ്പം തന്നെ കയ്യിൽ കെട്ടിയിട്ടടക്കം തല്ലി എന്നുള്ളതാണ്. അവിടെ CCTVയോ മറ്റ് അത്തരത്തിലുള്ള സംവിധാനങ്ങളോ ഇല്ല. ഇത് എവിടെയും ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ കൃഷി ഉപേക്ഷിച്ചു, ഒപ്പം തന്നെ തനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അന്നു മുതൽ തന്നെ നേരിടുകയാണ്. ചുമയുൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ തന്നെ ചോര ഛർദ്ദിക്കുന്ന അത്രയും ഗുരുതരമായിട്ടുള്ള രോഗങ്ങളുമായി മല്ലിടുകയാണെന്ന് പറയുന്നു. വനംവകുപ്പിനും മുഖ്യമന്ത്രിക്കും ഇനി ഉടൻ തന്നെ പോലീസിലും ഒരു പരാതി നൽകി ഇതുമായി മുന്നോട്ട് പോകാൻ കൂടി തീരുമാനിക്കുകയാണ് ഇപ്പോൾ ബൈജു ആൻഡ്രൂസ്. അദ്ദേഹം നിലമ്പൂർ അകമ്പാടം സ്വദേശിയാണ്. അദ്ദേഹമാണ് ഈ 5 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു ദുരനുഭവം തുറന്നു പറയുകയും ചെയ്യുന്നത്. അനുജ, തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ചാണ് മലപ്പുറം നിലമ്പൂർ അകമ്പാടം സ്വദേശി ബൈജു ആൻഡ്രൂസ് ഇപ്പോൾ പരാതിയുമായി വീണ്ടും രംഗത്തേക്ക് എത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.